ഇൻഷാ അല്ലാഹ് ഇന്ന് ദിക്റുണ്ട്, എല്ലാ ആളുകളും പങ്കെടുക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ പള്ളി മിഹ്റാബിൽ നിന്ന് ഉസ്താദ് പറയും ഇന്ന് ദിക്റുണ്ട്, നിങ്ങളൊക്കെ ഇരിക്കണമെന്ന് പറയും. ആർക്ക് വേണ്ടി? നമ്മൾ ഓരോരുത്തരും അന്ന് ഖബറിന്റെ മണ്ണറച്ചോട്ടിലായിരിക്കും. ആ സമയത്ത് നമ്മളൊക്കെ ഓടിപ്പോയാൽ നാളെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്കും ആളുകളും ചെയ്യാനുണ്ടാവില്ല. മഹാന്മാര് പറയുന്നുണ്ട്, മൻ ഖദമ ഖുദിമ, നീ ആർക്കെങ്കിലും ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ നിനക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യപ്പെടും. നീ ആർക്കെങ്കിലും ചെയ്തു കൊടുത്താൽ നിനക്ക് വേണ്ടി ചെയ്യാൻ അല്ലാഹ് ആളുകൾ ഉണ്ടാക്കുന്ന. നമ്മളതൊന്നും പങ്കെടുക്കൂല. എനിക്കിപ്പം തിരക്കാണ്, ഒരു ഒഴിവുമില്ല, പള്ളി അവിടെ പോവാണ്ട് ഇവിടെ പോവാണ്ട്, ഇങ്ങനെ പോവാനുള്ള ഒരു ദിവസം നമ്മൾ കവറിൽ കിടക്കും. അന്ന് ആർക്കും ഒഴിവുണ്ടാവില്ല. കുട്ടികളും ഉസ്താവും രണ്ടാൾക്കാരും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വലിയ പോകേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആളുകൾ പങ്കെടുക്കണമെങ്കിൽ ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതിന്റെ ഗൗരവം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. നമ്മളോ നമ്മളെ മക്കളോ നമ്മളെ ഉമ്മയോ വാപ്പയൊക്കെ മരിക്കുമ്പോഴേക്കാനും നമ്മൾ സ്വന്തം പോലെ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന രൂപത്തിൽ പോറ്റി വളർത്തിയ മക്കൾ മരിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരിക. അല്ലാഹ്, ഇന്ന് എന്റെ കുട്ടിന്റെ തെഹ്ലീലിൽ ആരും പങ്കെടുത്തില്ലല്ലോ. എങ്ങനെ പങ്കെടുക്കുക? ഓരോരുത്തരും തെഹ്ലീലിലും ആരും പങ്കെടുക്കാതെ ഓടുമ്പോ നിന്റെതിനും ആരും പങ്കെടുക്കൂല. അതുകൊണ്ട് തെഹ്ലീലിൽ എല്ലാവരും പങ്കെടുക്കണം. സമയം നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് വേണ്ടി സമയം ഒരിക്കലും വെക്കില്ല. സമയത്തിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുക.